സാറേ, CI സാറിന് പോലും ഈ കേസിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. മുകളിൽ നിന്ന് നല്ല പ്രഷറാ. CI സാറ് തലയ്ക്ക് തീ പിടിച്ചവൻ ഓടിക്കൊണ്ടിരിക്കുക. അല്ല സാർ, ഞങ്ങൾക്ക് രഘുവായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അത് രഘു സ്റ്റേഷനിലെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചത്. അപ്പോൾ അവനെ ഒന്ന് കാണാമല്ലോ. ശരി, നിങ്ങൾ വാ. നിങ്ങൾ വേഗം പോയി സംസാരിച്ചോ. അധികം നേരം നിൽക്കരുത് കേട്ടോ. ഓക്കെ. രഘു, എന്ത് കുറ്റം ചാർജ് ചെയ്തിട്ടാ നിന്നെ ഇവിടെ കൊണ്ടുവന്ന്? അതാങ്കിൾ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ CI വന്നൊന്ന് ചോദിക്കണം. ഞാനെന്തോ കൊലക്കുറ്റം ചെയ്ത പോലെ ഇവരുടെ നടപടികൾ. നീ ടെൻഷൻ ആവണ്ട രഘു. സ്വർണ്ണക്കടത്തിൽ നിനക്ക് ബന്ധമില്ലെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് എന്നെ വിട്ടയക്കും. അതെ, ഇതിപ്പോ വലിയ കടത്താണ് നടത്താൻ ശ്രമിച്ചതെന്ന് തോന്നുന്നു. ഇനിയിപ്പോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും പോലീസ്. എന്റെ വണ്ടിയിൽ നിന്ന് സ്വർണ്ണമായി ഇറങ്ങി ഓടിയവന്റെ സ്ഥിതി എന്താണെന്നറിയോ? അവന് ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. അവൻ കാരണമല്ലേ രഘു നീ അനുഭവിക്കുന്നത്. നീ കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് അവൻ മൊഴി കൊടുത്തോണ്ടല്ലോ, നിന്റെ കാര്യം തീർന്നു. അയ്യോ, അങ്ങനെയൊക്കെ ആരെങ്കിലും മൊഴി കൊടുക്കോ? ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ. സ്വർണ്ണക്കടത്തുകാരിപ്പോ അവരുടെ രക്ഷയെ നോക്കൂ. എന്തായാലും ഇപ്പം കടത്തു സ്വർണം പോലീസിന്റെ കൈ കിട്ടിയതുകൊണ്ട് നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെങ്കിൽ ഒരു വക്കീലിനെ വെച്ച് എനിക്ക് ജാമ്യം കിട്ടില്ലേ? ഞങ്ങള് ആദ്യ CI ഒന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അങ്ങളെ അച്ഛനും അമ്പിളിയും ഉടനെ അറിയിക്കണ്ടല്ലോ അല്ലേ? അമ്പിളി അറിഞ്ഞു കഴിഞ്ഞു ഇന്ദ്ര. അവള് അമ്മാവനെ വിളിക്കാതിരിക്കില്ല. CI സാർ വരുന്നുണ്ട്. സാറ് കണ്ട കുഴപ്പ. സാർ, ഇവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടോ? ആ സാർ, നിങ്ങൾ അങ്ങോട്ട് വന്നേ. ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, വാ. ആ വാ, ഇരിക്കും. രഘുവിനെ കണ്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. രഘുവിന് ഇതിലെന്തെങ്കിലും പങ്കുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രഥമ ദൃഷ്ട്യാ രഘുവിന് പങ്കൊന്നുള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേ കേസിൽ കസ്റ്റംസ് കൂടി ഇടപെട്ടിരിക്കുക. സ്വർണം കടത്തിയ വണ്ടിയും അതിന്റെ ഡ്രൈവറും ഈ കള്ളക്കടത്തിന്റെ ഭാഗമാണ്. കേസിൽ നിന്ന് രണ്ടും എളുപ്പം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സാർ, വണ്ടി കള്ളക്കടത്തിന് വേണ്ടി പ്രൈവറ്റായിട്ട് വിളിച്ചതൊന്നും അല്ലല്ലോ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുത്തിയതല്ലേ? അതിൻ്റെയൊക്കെ തെളിവുകൾ ഓൺലൈൻ ആപ്പിൽ കാണുമല്ലോ. അതെ, അതൊക്കെ ശരിയാ. ആ തെളിവുകളൊക്കെ കേസിൽ രഘുവിന് അനുകൂലമാവും. അത് മാത്രമല്ലല്ലോ, രഘുവിന്റെ വണ്ടി വെച്ചല്ലേ പോലീസ് പ്രതിയെ പിടിക്കാൻ നോക്കിയത്. റോഡിൽ വെച്ച് ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. റോഡിൽ വെച്ചല്ലേ പ്രതിയെയും സ്വർണവും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതെല്ലാം പോലീസിന്റെയും കസ്റ്റംസിന്റെയും തലപ്പത്തുള്ളവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രഘുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് ICUവിൽ കഴിയുന്ന ആദിലിന്റെ മൊഴി കൂടി എടുത്ത ശേഷമായിരിക്കും. സ്വർണം കടത്തിയ ആദിൽ രഘുവിന് അതിലൊരു പങ്കുമില്ലാന്ന് മൊഴി തന്നാൽ രഘുവിന് രക്ഷപ്പെടാം. അല്ല, ഇപ്പോ എന്താ അയാളുടെ അവസ്ഥ? വളരെ ക്രിട്ടിക്കലാ. ചിലപ്പോ വെന്റിലേറ്ററിലേക്ക് മാറ്റും. അതിനു മുമ്പ് മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴിയെടുപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ ഒരു വമ്പൻ മാഫിയ. അതിൽ അവരുടെ ഒരു കാരിയർ മാത്രമാ 7 കിലോ സ്വർണം ഗൾഫിൽ നിന്ന് കാർഗോ വഴി എത്തിയെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. അതിലിപ്പോ പിടിച്ചത് 2 കിലോ മാത്രമാ. ബാക്കി 5 കിലോ ഗോൾഡ് കേരളത്തിലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പോയിട്ടുണ്ട്. ചിലപ്പോ ഈ അന്വേഷണം കസ്റ്റംസിന്റെ സ്പെഷ്യൽ വിങ് തന്നെ ഏറ്റെടുത്തേക്കാം. അതല്ലെങ്കിൽ
ഗോൾഡ് മാഫിയയുടെ ഇടപെടൽ കൊണ്ട് പോലീസ് പിടികൂടിയ 2 കിലോ ഗോൾഡിൽ അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്യും. ACP ഇത് തന്നെയാ കേസ്. നിങ്ങൾ പുറത്തിരിക്കുക, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓ ശരി, ഓക്കെ. ഹലോ സാർ. രഘു, ഞങ്ങളിപ്പോ വരാം. ശരി. ഇന്നെന്തായാലും രഘുവിനെ പുറത്തിറക്കാൻ പറ്റും തോന്നുന്നില്ല. എന്തിനാ സാബു സർ, വണ്ടി ഇറക്കാൻ പറ. SP ആദിലുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് രഘുവിന് പങ്കൊന്നുമില്ലെന്നാണ് അവന്റെ മൊഴി. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എങ്കിൽ പിന്നെ സ്റ്റേഷൻ ജാമത്തിൽ അവനെ വിടാൻ പറ്റില്ല. നോ 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 നോ, തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാനൊരു സൂചന തന്നു മാത്രം. സാർ, ലോക്കപ്പിൽ നിന്നെങ്കിലും അവനെ ഇറക്കിക്കൂടെ സാർ? ഓക്കെ, അത് ചെയ്യാം. ഞാനത് വിളിച്ച് പറഞ്ഞോളാം. ശരി സാർ. അർജന്റായിട്ട് SP ഓഫീസ് വരെ ഒന്ന് പോണം. ഓക്കെ. ആ ശരി.